ഗൈസ് നമ്മൾ വാറുവിൻ്റെ മേക്കപ്പറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സാധനങ്ങൾ പൗഡറും കൺവെൻഷനും ഉള്ളൂ. ബാക്കിയുള്ള സാധനമൊക്കെ ഏതോ ഒരു മുക്കിലൊക്കെയാണ് കഴിക്കുന്നത് ഗൈസ്, അറിയില്ല. അപ്പോൾ ഗൈസ് നമുക്ക് പാറിന് മേക്കപ്പ് ചെയ്യാം. പാറിൻ്റെ മുഖത്തേക്ക് എത്തിക്കോളും. അപ്പോൾ പാറിന് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് പൗഡറാണ്. സിമ്പിൾ മേക്കപ്പാണ്. വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ സിമ്പിൾ മേക്കപ്പായിട്ട് ജസ്റ്റ് ഈ ഒരു പൗഡറാട്ടോ, ടാൽക്കം പൗഡറാട്ടോ ഉള്ളത്. കുറച്ചെടുക്കുക. ഞാൻ ഇത്ര എടുത്തിട്ട് ഇങ്ങനെ കുട്ടിട്ടോ. എന്നിട്ട് നമ്മൾ ടാൽക്കം ലാവണ്ടറാണ്. ഓക്കെ, റോയൽ മിറാക്കിളിൻ്റെ നല്ല മണ്ണാട്ടോ ഇതിന്. നന്നായിട്ടൊരു മണം ഉണ്ട്. ഇനി അതൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് പിരികെ എഴുതേണ്ട സെക്ഷനിലേക്ക് പോവാം. പിരികെ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യണത് ഡാസ്ലറിൻ്റെ ആട്ടോ. ഡാസ്ലറിൻ്റെ ഐബ്രോ പെൻസിലാട്ടോ. ഈ പാറു ഇളക്കാണ്ട് കാട്ടിയത് കേട്ടോ. പാറു ഇളക്കല്ലേ ഗൈസ്. അങ്ങനെ ഐബ്രോ പെൻസിൽ ഒന്ന് ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഗൈസ്. ആ ചെത്തണ നേരം കൊണ്ട് നിങ്ങൾ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു ചെറിയ ബ്രേക്ക് എടുക്കട്ടെ, അത് ചെത്തുമ്പോഴേക്കും. ഗൈസ് നമ്മളെ ചെത്തിയുണ്ട് ഗൈസ്. നമുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പറ. അടുത്തത് നമ്മൾ പൗഡർ ആട്ടോ യൂസ് ചെയ്യണത്. അല്ലെങ്കിൽ അവൾ പരത്തുന്ന കാരണം കേട്ടോ പൗഡർ യൂസ് ചെയ്യണത്. പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പുറത്ത് പിരികും കൂടി എഴുതി കൊടുക്കാം. തല വെച്ചടി. അങ്ങനെ ആക്കി ഇവിടെയും കൂടി എഴുതി കൊടുക്കാം. ഇപ്പുറത്തെ സൈഡ് നമുക്ക് പിരിയും. ഇവിടെയും കൂടി നല്ല വൃത്തിയിൽ നമ്മളിങ്ങനെ എഴുതി കൊടുക്കാം. എനിക്ക് പറ്റാവുന്ന പോലെ ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇത്രയൊക്കെ കേട്ടോ പറ്റുള്ളൂ. അതുപോലെ വൃത്തിയിൽ അത്യാവശ്യം വൃത്തിയാക്കാൻ നോക്കിയിട്ടുണ്ട്. വൃത്തിയായോ ഇല്ലേ ഒന്നും എനിക്കറിയത്തില്ല. ഇനി ഇവിടെ കൂടെ ജസ്റ്റ് നന്നാക്കി കിട്ടുന്നുണ്ട് കേട്ടോ. ഓക്കെ ഗായ്സ്, ഇതാ നമ്മൾ രണ്ട് പിരികും സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഇങ്ങനെ ഒരു ഇതിലൊക്കെ എടുക്കാം. നമ്മളിത് കുറേ വീഡിയോ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാകും. അതും നമുക്ക് അത് നിങ്ങൾ തന്നെ ഒന്ന് ഇവിടെ പൊട്ടിട്ട് കൊടുക്കണേ. അതൊക്കെ പൊട്ടിട്ട് കൊടുക്കാനാവുന്നുള്ളൂ. നമ്മളിങ്ങനെ ഈ സംഭവം വെച്ച് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇവിടെ ബ്യൂട്ടീഷ്യൻ ഫോട്ടോ അവിടെ. ഓക്കെ, അവിടെ ഉണ്ട്. ഓക്കെ, അതാ പാറ് പോകണു ഒരു സാധനം മറന്നു. നമ്മളേക്ക് അടുത്തത് ബ്യൂട്ടീഷ്യൻ ഫോട്ടോ കൊണ്ട് ഓളെ പൊട്ടാണ് കേട്ടോ. ഓളെ പൊട്ട. ഓക്കെ, അത് കൊടുത്തില്ലെങ്കിൽ കിടന്നിട്ട് ഡാൻസ് കളിക്കുന്നത് കഴിച്ച നിങ്ങൾ കാണേണ്ടി വരും ഗൈസ്. അതുകാരാണ് ഞാൻ പെട്ടെന്ന് തന്നെ കൊടുത്തത്. ഗൈസ്, നല്ല വൃത്തിയിൽ പിരികൊക്കെ വന്നിട്ടുണ്ടല്ലേ. നമുക്ക് പിരികൊക്കെ നന്നായിട്ട് വൃത്തിയിലൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. കുട്ടികൾക്ക് പിന്നെ ഓവർ മേക്കപ്പ് ഒന്നും വേണ്ടല്ലോ വെച്ചിട്ടാട്ടോ ഞാനിങ്ങനെ ബ്യൂട്ടീഷ്യൻ പൊട്ടിട്ടെ. ഓക്കെ, ഇനി നമ്മൾ ഇതിലേത് കളറാണ് വേണ്ട പറഞ്ഞേ. ഓൾക്ക് ഏത് കളറാ? അതാ ഇത് വേടാ. ഓക്കെ, ഉടുപ്പിന് മാച്ച് ആയിട്ടുള്ള പൊട്ടാണ് കേട്ടോ ഞാൻ കുത്തി കൊടുക്കണം. അയാൾക്ക് കുത്തിത്തരാട്ടോ. അവളെ സമ്മതിക്കുന്നില്ല. ഞാൻ പറഞ്ഞു. പാറിട്ടിട്ടുണ്ടല്ലോ പൊട്ട്. നല്ല വൃത്തിയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ കാട്ടിയത് അങ്ങനെ ഞാൻ നല്ലൊരു നന്നായിട്ട് പൊട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പൊട്ടിട്ടത് ഒന്ന് കാട്ടെടുത്ത ക്യാമറയിൽ നോക്കിയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഐബ്രോ പെൻസിൽ എവിടെ വെച്ചത് പാറു? കയ്യില്ലേ ഐബ്രോ വിട്ട് കൊടുക്കണ്ടേ? അതെവിടെ ഐബ്രോ? നമ്മൾ അതാ ഗൈസ് ഐബ്രോ കിട്ടി. ഇനി ഇവിടെ കുത്തിട്ട് കൊടുക്കാം കേട്ടോ. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇവിടെ കുത്തിട്ട് കൊടുക്കില്ലേ? പാറുവിന് ഇങ്ങനെ ഒരു കുത്തിട്ടെടുക്കുന്ന കേട്ടോ. പാറു സുന്ദരി കുട്ടിയായിട്ടാ. കുറച്ച് പൗഡർ മെയിൻ ആട്ടോ. എല്ലാ ഈ കുട്ടികൾക്ക് കണ്ണെഴുതാനും മൂക്കി എഴുതാനൊക്കെ പൗഡർ ഇതാണ് കേട്ടോ. പൗഡറാണ് മെയിൻ അല്ലേ. നമ്മളെ ഇനി കുട്ടികൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ എന്താണ്, വാലിട്ട് കൊടുക്കുക.
കണ്ണിനൊരു നല്ലൊരു വാലിട്ട് കൊടുക്കലാണ്. പാറുതമ്മേത്തൊക്കെ ആക്കുന്നുണ്ട്. ആ അപ്പോൾ ഇതാ നമുക്ക് കണ്ണ് കേട്ടോ, കണ്ണ് കിടന്ന് ഇവിടെ കിടന്ന്. ഓക്കെ, പാറുക കണ്ണ് എഴുതാൻ പോകട്ടെ. കണ്ണ് നല്ല വൃത്തിയിലുള്ള കണ്ണടച്ച്, കണ്ണ് തുറന്നേ. ഓക്കെ, പാറുവിൻ്റെ കണ്ണ് തുറക്കി. പാറുവിൻ്റെ കണ്ണൊക്കെ നല്ല എനിക്ക് പറ്റാവുന്ന പോലെ നല്ല നീട്ടി എഴുതിയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, പാറുവിനെ നമ്മൾ ഇങ്ങനത്തെ ഒരു കോലത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് പറ്റാവുന്ന പോലെയാണ് ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ മേക്കോവറുടെ കൈ ഇരിക്കുന്നു.